സൈക്കോപത്തോളജി എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഓഫ് സൈക്കോപത്തോളജി എന്ന് പറയുന്ന ബ്ലോക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സൈക്കോപത്തോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അപ്രോച്ചുകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ അപ്രോച്ച് സൈക്കോ അനാലിസിസ് ആയിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തു. ഇനിയുള്ളത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചും ബിഹേവിയറൽ അപ്രോച്ചുമാണുള്ളത്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്ന് കോർ ബിലീഫ്സ്, 2 സെൽഫ് ആൻഡ് കോൺഗ്രൻസ്, 3 പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി. ഒന്ന് ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ കോർ ബിലീഫ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഹ്യൂമൻ നേച്ചറിനെ പറ്റിയുള്ള കോർ ബിലീഫ്. ഹ്യൂമൻ നേച്ചർ ഈസ് ഇൻഹെറൻ്റ്ലി ഗുഡ് ആൻഡ് ഗുഡ്. ഹ്യൂമൻ നേച്ചർ ഈസ് ഇൻഹെറൻ്റ്ലി ഗുഡ് ആൻഡ് അബ്നോർമൽ അഗ്രസീവ് ബിഹേവിയർ ഈസ് കോസ്ഡ് ബൈ സൊസൈറ്റി ബട്ട് നോട്ട് ബൈ ദി ഇൻഡിവിജ്വൽ. അതായത് ഹ്യൂമൻസ് എന്ന് പറയുന്നത് അവർ ജന്മന തന്നെ ഇൻഹെറൻ്റ്ലി ഗുഡായിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ അബ്നോർമലും അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവാൻ കാരണം സൊസൈറ്റിയാണ്, അല്ലാതെ വ്യക്തികളല്ല. ഹ്യൂമൻ ഹാവ് എ റിമാർക്കബിൾ കപ്പാസിറ്റി ഫോർ സെൽഫ് ഹീലിംഗ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ലീഡിങ് ടു എ സെൽഫ് ആക്ച്വലൈസേഷൻ. പേഴ്സണൽ ഗ്രോത്തിനും സെൽഫ് ഹീലിങ്ങിനുമുള്ള വലിയ ഒരു കപ്പാസിറ്റി മനുഷ്യനുണ്ട്. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ച രണ്ടാമത്തെ കോറായിട്ടുള്ള ബിലീഫ്. മൂന്നാമത് അബ്നോർമാലിറ്റിയുടെ കാരണത്തെ സംബന്ധിച്ച ബിലീഫാണ്, അല്ലെങ്കിൽ കോർ ബിലീഫാണ്. റിഫ്യൂസൽ ടു അക്സെപ്റ്റ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഫോർ വൺസ് ഓൺ ആക്ഷൻ ആൻഡ് തോട്ട്സ്. നമ്മുടെ തന്നെ ആക്ഷൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുടെയും റെസ്പോൺസിബിലിറ്റി ഒരാൾ ഏറ്റെടുക്കാതെ വരുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നമുണ്ട്, അബ്നോർമാലിറ്റി ഉണ്ടാവുന്നത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ദ ഗോൾ ഓഫ് ഇനി അടുത്ത തെറാപ്പിയുടെ ഗോളിനെയാണ്. The goal of therapy is to create an environment in which individual can explore and resolve these barriers in order to achieve personal growth and self-actualization. നമുക്കറിയാം ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ലക്ഷ്യം വെക്കുന്നത് പേഴ്സണൽ ഗ്രോത്തും സെൽഫ് ആക്ച്വലൈസേഷനാണ്. അപ്പോൾ തെറാപ്പി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തികളുടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് അത് റിസോൾവ് ചെയ്യാനും പേഴ്സണൽ ഗ്രോത്തും സെൽഫ് ആക്ച്വലൈസേഷനും അച്ചീവ് ചെയ്യാനും പറ്റുന്ന ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് തെറാപ്പിയിലൂടെ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് സെൽഫ് ആൻഡ് കോൺഗ്രൻസ്. ദ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി സെൽഫ് വിച്ച് ഇസ് ദ കോർ ഓഫ് വൺസ് പേഴ്സണാലിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി. ഒന്നാമത് സെൽഫ് എന്താണെന്ന് പറയുന്നത്. സെൽഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ പേഴ്സണാലിറ്റിയുടെയും ഐഡൻറ്റിറ്റിയുടെയും കോറാണ് സെൽഫ് എന്ന് പറയുന്നത്. Congruence refers to the degree of match between the self and the actual experience of oneself. അതായത് സെൽഫിൻ്റെയും അയാളുടെ ആക്ച്വലായിട്ടുള്ള ശരിക്കുള്ള എക്സ്പീരിയൻസും തമ്മിലുള്ള ഒരു വിടവുണ്ടാവില്ല. ആ വിടവ് തമ്മിലുള്ള മാച്ചിങ്, അല്ലെങ്കിൽ ആ മാച്ചിങ് ആണ്, ആ മാച്ചിങ്ങിൻ്റെ ഡിഗ്രിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രൻസ് എന്ന് പറയുന്നത്. വെൻ ദി സെൽഫ് കൺസെപ്റ്റ് ഈസ് കോൺകേർഡ് വിത്ത് ദ ആക്ച്വൽ എക്സ്പീരിയൻസ് ഓഫ് വൺ സെൽഫ്, ഇൻഡിവിജ്വൽ ആർ മോർ ലൈക്ലി ടു എക്സ്പീരിയൻസ് പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് ഔട്ട്കംസ്. അതായത് സെൽഫ് കൺസെപ്റ്റും ആക്ച്വൽ എക്സ്പീരിയൻസും ഒന്നായി തീരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് ഔട്ട്കംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ തമ്മിൽ വലിയൊരു വിടവുണ്ടെങ്കിൽ നെഗറ്റീവ് മെൻ്റൽ ഹെൽത്ത് ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുക. അടുത്ത മൂന്നാമത്തെ പോയിൻ്റാണ് പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി. A person-centered therapy is a form of humanistic therapy developed by Carl Rogers. Carl Rogers ആണ് person-centered therapy ഡെവലപ്പ് ചെയ്തത്. The approach emphasizes the importance of the therapeutic relationship and the therapist's role in creating a supportive and empathetic environment in which client can explore their thoughts and feelings. Client ആണ് അയാളുടെ തോട്ടും ഫീലിങ്സ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതായത് ഈ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തെറാപ്യൂട്ടിക്കൽ റിലേഷൻഷിപ്പിനാണ്. എന്താണ് തെറാപ്പിസ്റ്റിൻ്റെ റോൾ? എന്താണ്? ക്രിയേറ്റ് എ സപ്പോർട്ടീവ് ആൻഡ് എംപത്തറ്റിക് എൻവയോൺമെൻറ്റ്. നല്ലൊരു സപ്പോർട്ടീവ് എംപത്തറ്റിക്കുമായിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതുവഴി ക്ലയൻറ്റിന് എന്ത് ചെയ്യാം? അയാളുടെ തോട്ടും ഫീലിങ്സും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത അപ്രോച്ചാണ് ബിഹേവിയറൽ അപ്രോച്ച്. ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കും, ക്ലാസിക്കൽ കണ്ടീഷനിങ് നോക്കും, ഓപ്പറൻ്റ് കണ്ടീഷനിങ് നോക്കും, സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറീസ് ഉണ്ട്, അത് നോക്കും, പിന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ നോക്കും. ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ദ ബിഹേവിയർ പെർസ്പെക്റ്റീവ് ഫോക്കസ് ഓൺ ദി റോൾ ഓഫ് ലേണിംഗ് ഇൻ എക്സ്പ്ലെയിനിങ് ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ ബിഹേവിയർ.
ഇത് ഫോക്കസ് ചെയ്യുന്ന എന്താണ്? റോൾ ഓഫ് ലേണിംഗ്. അതായത് ബിഹേവിയർ അപ്രോച്ച് എപ്പോൾ നോക്കിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ലേണിങ്ങിനെ പറ്റിയായിരിക്കും പറയുന്നത്. അവർ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ നോർമലാണെങ്കിലും അബ്നോർമലായിട്ടുള്ള ബിഹേവിയർ ലേൺ ചെയ്തെടുക്കുന്നതാണെന്നാണ് പറയുന്നത്. ഫ്രം എ ലേണിംഗ് പെർസ്പെക്റ്റീവ്, അബ്നോർമൽ ബിഹേവിയർ represent the accusation or learning of inappropriate maladaptive behavior. അതായത് അബ്നോർമൽ ബിഹേവിയർ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള അല്ലെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. ഫ്രം ദി ലേണിംഗ് പെർസ്പെക്റ്റീവ്, ദ അബ്നോർമൽ ബിഹേവിയർ ഇറ്റ് സെൽഫ് ഈസ് ദി പ്രോബ്ലം. അബ്നോർമൽ ബിഹേവിയർ തന്നെ ഒരു പ്രശ്നമാണ്. ഇൻ ദിസ് പെർസ്പെക്റ്റീവ്, അബ്നോർമൽ ബിഹേവിയർ ഈസ് ലേൺഡ് ഇൻ മച്ച് ദി സെയിം വേ ആസ് നോർമൽ ബിഹേവിയർ. നോർമൽ ബിഹേവിയർ എങ്ങനെയാണോ പഠിച്ചെടുക്കുന്നത്, ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ലേണിങ്ങിലൂടെ ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുന്ന നോർമൽ ബിഹേവിയർ പോലെ തന്നെ ആണ് നമ്മൾ അബ്നോർമൽ ബിഹേവിയറും പഠിച്ചെടുക്കുന്നത്. ഇപ്പോൾ തെറാപ്പിയിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം. തെറാപ്പി കൺസിസ്റ്റ് ഓഫ് ഷേപ്പിംഗ് ബിഹേവിയർ റാദർ ദാൻ സീക്കിംഗ് ഇൻസൈറ്റ് ഇൻ ടു ദി വർക്കിംഗ് ഓഫ് ദി മൈൻഡ്. അവർ മൈൻഡിനെ പറ്റി ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, പകരം എന്ത് മാത്രമാണ് നോക്കുന്നത്? അവർ ആ ബിഹേവിയറിലുണ്ടാകുന്ന പ്രശ്നത്തെ അതിനെ മോഡിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ബിഹേവിയറിസ്റ്റ് ഫോക്കസ് ഓൺ ദി റോൾ ഓഫ് ടു ഫോംസ് ഓഫ് ലേണിംഗ് ഇൻ ഷേപ്പിംഗ് ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ ബിഹേവിയർ. അതായത് ബിഹേവിയറിസ്റ്റ് ഫോക്കസ് ഓൺ റോൾ ഓഫ് ടു ഫോംസ് ഓഫ് ലേണിംഗ്. ഏതൊക്കെയാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഇൻ ഷേപ്പിംഗ് ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ ബിഹേവിയർ. ഓക്കെ, ടു ഫോംസ് ഓഫ് ലേണിംഗ്. ആദ്യത്തെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ്. അതായത് സ്റ്റിമുലിയും റെസ്പോൺസും തമ്മിലുള്ള ബന്ധം, അസോസിയേഷൻ വഴിയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പറയുന്നത്. ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്, എ ന്യൂട്രൽ സ്റ്റിമുലസ് ഈസ് പെയർഡ് വിത്ത് ആൻ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ദാറ്റ് നാച്ചുറലി എലിസിറ്റ് എ റെസ്പോൺസ് and eventually the neutral stimulus become a conditioned stimulus that elicit the same response. Classical conditioning can contribute to the development of abnormal behavior such as phobia. Classical conditioning എന്താണെന്ന് കുറച്ചും കൂടെ ഒന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു, ഇത് നോക്കുക, ഇതിനകത്ത് സൗണ്ട് ഓഫ് ബെൽ, അതായത് ഒരു എക്സ്പെരിമെൻറ്റ് പറയാം. ഇവാൻ പി പൗലോവിൻ്റെ ഒരു പട്ടിയെ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ അല്ല ഫുഡ് കാണുമ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് സലവേഷൻ വരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പം അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഫുഡ് കൊടുക്കുകയും ഒപ്പം ബെല്ലടിക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഫുഡ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരും. എന്നിട്ട് ബെല്ലും അടിച്ചു. അത് സമയത്തൊന്നും പട്ടിയെ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. അതിനുശേഷം പട്ടി ഈ ഫുഡ് കഴിക്കുന്നു. അങ്ങനെ കുറേ തവണ ഈ ബെല്ലും ഫുഡും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കൊടുത്ത ശേഷം പിന്നീട് ബെല്ലടിക്കുമ്പോൾ തന്നെ പട്ടിയുടെ വായിൽ നിന്ന് സലവേഷൻ വരുന്നു. പിന്നീട് ഫുഡ് കൊടുക്കാതെ ബെല്ലടിച്ച് നോക്കി, അപ്പോഴും സലവേഷൻ വരുന്നു ആയിട്ട് കാണുന്നു. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യമാണ് എന്ത് ചെയ്ത്, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സൗണ്ട് ഓഫ് എ ബെൽ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. അതിന് പ്രത്യേകിച്ച് ഒരു ബെല്ല് കേട്ട് കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ വായിൽ നിന്നും സലവേഷൻ വരത്തില്ല. പക്ഷേ ഫുഡ് കാണിച്ച് കഴിഞ്ഞാൽ സലവേഷൻ വരും. അപ്പം സൗണ്ട് ഓഫ് എ ബെൽ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. അതിന് ഒരു റെസ്പോൺസും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ഫുഡ് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. കാരണം അത് കണ്ടീഷൻ ചെയ്യാതെ തന്നെ അതിന് ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റും, സലവേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. പിന്നെ എന്ത് ചെയ്യും? ഇത്രയും മനസ്സിലാക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നോക്കാം. എ ന്യൂട്രൽ സ്റ്റിമുലസ്, അതായത് ബെല്ല്, ഈസ് പെയർഡ് വിത്ത് ആൻ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതായത് ഫുഡ്. ആ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന് ദാറ്റ് നാച്ചുറലി എലിസിറ്റ് എ റെസ്പോൺസ്, അതിന് സലവേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അൺകണ്ടീഷനായിട്ടുള്ള സ്റ്റിമുലസിന് ആയിട്ട് ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് പെയർ ചെയ്യുക. ഇവിടെ ബെല്ലും ഫുഡും പെയർ ചെയ്തു. ആൻഡ് ഇവൻച്വലി ദി ന്യൂട്രൽ സ്റ്റിമുലസ് ബിക്കം എ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ദാറ്റ് എലിസിറ്റ് ദി സെയിം റെസ്പോൺസ്. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ത് ചെയ്യും? ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി മാറും. കണ്ടീഷൻ സ്റ്റിമുലസ് ആയി മാറുമെന്ന് വെച്ചാൽ അതിനെ കണ്ടീഷൻ ചെയ്ത് ഈ ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ പട്ടിയുടെ വായിൽ നിന്ന് സലവേഷൻ ഉണ്ടാക്കാനുള്ള കഴിവ് ഈ ന്യൂട്രൽ സ്റ്റിമുലസ് ആയ ബെല്ലിന് നേടിയെടുത്തു. അങ്ങനെ കണ്ടീഷൻ ചെയ്ത് നേടിയെടുത്തു. അപ്പോൾ അത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി മാറി ബെല്ല്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ സച്ച് ആസ് ഫോബിയ. അപ്പോൾ നമുക്കറിയാം, ഫോബിയ എന്ന് പറയുമ്പോൾ പാറ്റേനെ പേടി, പല്ലിനെ പേടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇറാഷണൽ ഫിയർ ഓഫ് സംതിങ് ആണ് ഫോബിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോർമലി നമ്മൾ ചിന്തിച്ചാൽ പാറ്റേനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ ചെറിയ ജീവിയാണ്, അത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനും പോകുന്നില്ല. പക്ഷേ പല ആൾക്കാർക്ക് തന്നെ ഭയങ്കരമായിട്ട് പേടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതുണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ്,
ഈ പറയുന്ന പോലെ ഒരു പെയറിങ് അവിടെ നടന്നിട്ടുണ്ട്. ഈ ന്യൂട്രലായിട്ടുള്ള ഈ പാറ്റേണെ വെച്ചുകൊണ്ട് വലിയ സൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ട് നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ നമുക്കൊരു ഫോബിയ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഫോബിയ ഉണ്ടാവുന്നതാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനെ വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓപ്പറൻ്റ് കണ്ടീഷനിങ്. ദിസ് ഇസ് അടുത്ത ലേണിംഗ് ആണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്. ദിസ് ഇസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ത്രൂ ദി കോൺസിക്വൻസസ്. അതായത് കോൺസിക്വൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നതിനെയാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ബിഹേവിയർ that are followed by a positive consequences are more likely to be repeated, while behavior that are followed by negative consequences are less likely to be repeated. Operant conditioning can contribute to the maintenance of abnormal behavior such as substance abuse. ഓക്കെ, അതായത് നമ്മുടെ ഒരു പെരുമാറ്റം അത് ആ പെരുമാറ്റത്തിന് ശേഷം അതൊരു പോസിറ്റീവ് ഔട്ട്കമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ബിഹേവിയർ കൂടുതലായിട്ട് അവിടെ നിലനിൽക്കും. അതല്ല ആ ബിഹേവിയറിന് ശേഷം നമ്മൾ നെഗറ്റീവായിട്ടുള്ളൊരു ഔട്ട്കമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ബിഹേവിയർ അവിടെ ഇല്ലാണ്ടായി പോകുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമ്മൾ അടി കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് അടി കഴിക്കുമ്പോൾ കുട്ടി ഇന്ന് ചെയ്ത അടി കിട്ടും, അതുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ടതില്ല എന്ന് പഠിക്കുന്നു. അപ്പം അത്തരത്തിൽ അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം കുട്ടി എന്ത് വിചാരിക്കും, നല്ലത് ചെയ്താൽ സമ്മാനം കിട്ടും, അപ്പം വീണ്ടും നല്ലത് ചെയ്യാനായിട്ടുള്ള പ്രവണത കിട്ടും. അപ്പോൾ കുട്ടി അങ്ങനെ നല്ലത് ചെയ്യാനുള്ള ടെൻഡൻസി പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറീസ്. നമുക്കറിയാം സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി റെപ്രസെൻറ്റ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് തിയറിസ്റ്റ് സച്ച് ആസ് ആൽബർട്ട് ബന്ദുര, ജൂലിയൻ ബി റോട്ടർ ആൻഡ് വാൾട്ടർ മിഷൽ. Social cognitive theorists expand traditional learning theory by including role for thinking, cognition, and learning by observation, which is also called modeling. Okay, അതായത് ഇവരെന്താ ഈ സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറിസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ട്രഡീഷണൽ തിയറികളായിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തു. അവർ എന്താണ് ഈ തിങ്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ കൊഗ്നിഷൻ്റെയും അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഒബ്സർവേഷൻ തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ പ്രാധാന്യം വെച്ചുകൊണ്ട് അതിനെ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണ് അവർ ചെയ്തത്. അത് ചെയ്ത ആൾക്കാരാണ് ആൽബർട്ട് ബന്ദുര, ജൂലിയൻ ബി റോട്ടർ, വാൾട്ടർ മിഷൽ. ബിലീവ് ദാറ്റ് പീപ്പിൾ ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദെയർ എൻവയൺമെൻറ്റ് ജസ്റ്റ് ആസ് ദെയർ എൻവയൺമെൻറ്റ് ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദം. അപ്പോൾ ആളുകൾക്ക് എൻവയൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ എൻവയൺമെൻറ്റിന് തിരിച്ച് ആളുകളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും. ദേ ആർഗ്യൂഡ് വിത്ത് ട്രഡീഷണൽ ബിഹേവിയറിസ്റ്റ്. ദേ എഗ്രീഡ് വിത്ത് ട്രഡീഷണൽ ബിഹേവിയറിസ്റ്റ്. സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറിസ്റ്റ് ആർഗ്യൂ ദാറ്റ് ഫാക്ടേഴ്സ് വിത്തിൻ ദ പേഴ്സൺ സച്ച് ആസ് എക്സ്പെക്റ്റൻസീസ് ആൻഡ് ദ വാല്യൂസ് ഓൾസോ നീഡഡ് ടു ബി കൺസിഡർഡ് ഇൻ എക്സ്പ്ലെയിൻ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു മനുഷ്യൻ്റെ എക്സ്പെക്റ്റേഷൻസും അവൻ്റെ വാല്യൂസൊക്കെ കൂടി കൺസിഡർ ചെയ്യണം. എങ്കിൽ മാത്രം എന്നിട്ട് വേണം നമ്മളതിന് ഹ്യൂമൻ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ പീപ്പിൾ ഹൂ ഹോൾഡ് മോർ പോസിറ്റീവ് എക്സ്പെക്റ്റൻസി അബൌട്ട് ദി എഫക്റ്റ് ഓഫ് എ ഡ്രഗ് ആർ മോർ ലൈക്ലി ടു ബി യൂസ് ദി ഡ്രഗ് ആൻഡ് ടു യൂസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ദി ഡ്രഗ് ദാൻ ആർ പീപ്പിൾ വിത്ത് ലെസ് പോസിറ്റീവ് എക്സ്പെക്റ്റൻസി. അതായത് ഡ്രഗിൻ്റെ എഫക്റ്റ് കൂടുതലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ കൂടുതൽ ഡ്രഗ് ഉപയോഗിക്കാനും ഒക്കെയുള്ള അതിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവിടെ വർക്ക് ചെയ്ത് എന്താണ്, അവർ ജസ്റ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ് മാത്രമല്ല, പകരം അതിനോടുള്ള അവരുടെ എക്സ്പെക്റ്റേഷനും അവരുടെ വാല്യൂസൊക്കെ തന്നെ അതിനകത്ത് ഒരു റോൾ വഹിച്ചിട്ടുണ്ട്. അതിനെയും കൂടെ പരിഗണിച്ചാണ് നമ്മൾ മനുഷ്യൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. അടുത്താണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ. ദ പ്രോസസ് ആൻഡ് ടെക്നിക് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് മാലഡാപ്റ്റീവ് ബിഹേവിയർ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ആർ കോൾഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ബിഹേവിയറിസത്തിനകത്ത് പലതരത്തിലുള്ള ടെക്നിക്കുകളുണ്ട്. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പെരുമാറ്റത്തെ മാറ്റുന്നതാണ് ഇതാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മേജർ ടെക്നിക്സ് ഏതൊക്കെയെന്ന് നോക്കാം. റിലാക്സേഷൻ തെറാപ്പി ഉണ്ട്, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഉണ്ട്, ബയോ ഫീഡ്ബാക്ക് ഉണ്ട്, അവേഷൻ തെറാപ്പി ഉണ്ട്, ഹാബിറ്റ് റിവേഴ്സൽ ഉണ്ട്, മോഡലിംഗ്, ഷേപ്പിംഗ്, ടോക്കൺ എക്കണോമി ആൻഡ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇതൊക്കെ തന്നെ നമ്മൾ
ബിഹേവിയർ അപ്രോച്ചിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറ്റാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.